again, welcome back to Maths at 360 degree with Sonia. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് സെം ഡിഗ്രി മാത്തമാറ്റിക്സ് കോർ സബ്ജക്ട് പഠിക്കുന്നവരുടെ 2B02 MAT ഇന്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ലോജിക് ആണ് നിങ്ങളുടെ പേപ്പറിന്റെ പേര്. സോ ആ ഒരു സെമ്മിന്റെ എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ നിങ്ങൾക്ക് ആകെ ഈ ഒരു സെമ്മിന് 4 യൂണിറ്റ് ആണുള്ളത്. ആ 4 യൂണിറ്റിൽ ഓരോ യൂണിറ്റും ഏതാണ് എന്നൊന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു ഇഷ്ടം ഉണ്ടാവും പഠിക്കാനായിട്ട്. ഇന്നതൊക്കെ പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് കവർ ചെയ്യാനായിട്ട് തോന്നും. അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ എന്റെ ചാനലില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ 2B02 MAT മെയിൻ മാത്തമാറ്റിക്സുകാരുടെ കോർ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ഞാൻ ഒരെണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഡിഗ്രി ക്ലാസ്സസിൽ എടുത്ത് നോക്കുക. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ഐഡിയ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതെടുത്ത് കാണുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് അറിയണം. 4 യൂണിറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു, 4 യൂണിറ്റ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് റിഡക്ഷൻ ഫോർമുല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തീർച്ചയായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാഠത്തിൽ നിന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഫോർമുല, അവിടെ ആ ഒരു റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളതാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റിഡക്ഷൻ ഫോർമുല എന്നുള്ള ആ ഒരു പാഠത്തിലുള്ളത് എന്നുള്ളത്. അതിന് മുന്നേ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എല്ലാ യൂണിറ്റ്സും നമുക്ക് നോക്കണം അല്ലെ. സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഫോർമുലാസ് ഒക്കെ വരുന്ന യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് ആണ്. മീൻസ് ഡബിൾ ഇന്റഗ്രൽസിന്റെ ക്വസ്റ്റ്യൻ, ട്രിപ്പിൾ ഇന്റഗ്രൽസിന്റെ ക്വസ്റ്റ്യൻ, അതൊക്കെയാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസിന്റെ സെക്ഷൻ വരുന്നത്. പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ആണ്. മീൻസ് നിങ്ങളുടെ സിലബസിലെ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് ആണ്. ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ 3 സെക്ഷൻ. നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റില് 3 സെക്ഷൻ മാത്രം പഠിച്ചാൽ മതി. അതെന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് വഴി പ്രോബ്ലം സോൾവ് ചെയ്യാണ്. അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള 2 റൂൾസ് എന്ന് പറയുന്നത് ട്രപ്പീസോയിഡൽ റൂളും സിംപ്സൺസ് 1/3 റൂളും ആണ്. എന്തായാലും ആ 2 റൂളിൽ വെച്ചിട്ടും ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോ ഈ വർഷം ഉണ്ടാകും. സോ നിങ്ങൾ അത് ആ ഒരു മെത്തേഡിന്റെ ഇക്വേഷൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇനി അടുത്ത 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലോജിക് ആൻഡ് പ്രൂഫ്സ് ആണ്. അത് ഏറ്റവും എളുപ്പമുള്ള പാഠമാണ്. മീൻസ് നിങ്ങളുടെ സെക്കൻഡ് സെമ്മിന് നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം 4ാമത്തെ യൂണിറ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് കോൺട്രാപോസിറ്റീവ്, കോൺവേഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റിനെ പ്രൂവ് ചെയ്യാം, കുറച്ച് 2-3 മെത്തേഡ്സ് അവിടെ പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോജിക് ആൻഡ് പ്രൂഫ്സിലുള്ളത്. അപ്പം ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഓരോ യൂണിറ്റിന്റെയും വെയിറ്റേജും കൂടെ നമുക്ക് അറിയണം. അപ്പൊ ഞാൻ ഓൾറെഡി ഈ ഒരു വെയിറ്റേജ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ്. എങ്കിൽ പോലും നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ മാർക്ക് കാര്യങ്ങളും കൂടി ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഫസ്റ്റ് യൂണിറ്റിന് ആകെ 19 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 19 മാർക്ക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ മാർക്ക് കൂടാം, അല്ലെങ്കിൽ 1-2 മാർക്ക് കുറയാം. ഇനി രണ്ടാമത്തെ യൂണിറ്റ് നിങ്ങൾക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് 22 മാർക്കിനാണ് രണ്ടാമത്തെ യൂണിറ്റ്. അപ്പൊ രണ്ടാമത്തെ യൂണിറ്റ് ഏതാന്ന് ഒന്ന് ഓർക്കണം. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് ആണ്. ഡബിൾ ഇന്റഗ്രൽസ്, ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ഒക്കെ വരുന്ന ആ ഒരു ചാപ്റ്റർ ആണ്. മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കുറവ് വരുന്നത് 14 മാർക്കിനുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഏറ്റവും ചെറിയ പാഠമാണ്. അപ്പം അതിൻ്റെ അകത്താണ് ഏറ്റവും കുറവ് ചോദ്യങ്ങൾ വരുന്നത്. 4ാമത്തെ യൂണിറ്റ് ലോജിക് ആൻഡ് പ്രൂഫ്സ് ഏറ്റവും എളുപ്പമുള്ള ഒരു പാഠമാണെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് 24 മാർക്ക്. അപ്പം ഇത്രയും മാർക്ക് കൂട്ടി ടോട്ടൽ 79 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സിലബസിൽ നിന്ന് നിങ്ങൾക്ക് വരും. ആ 79 മാർക്ക് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തുമാത്രം ആൻസർ ചെയ്താൽ മതി? 48 മാർക്കിനുള്ളത് മാത്രം ആൻസർ ചെയ്താൽ മതി. 48 മാർക്കാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്സ്. നിങ്ങൾ എക്സാമിന് എഴുതുന്ന മാർക്ക് എന്ന് പറയുന്നത് 48 ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു പാസ് മാർക്ക് ക്രൈറ്റീരിയ ഉണ്ട്. 48 മാർക്കില് നിങ്ങൾ 19 മാർക്ക് എഴുതി മേടിക്കണം. സി മാർക്കിന്റെ ബേസിസിൽ ഒന്നുമല്ല, സി മാർക്ക് ഒക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 48 മാർക്കിൽ 19 മാർക്ക് എഴുതി മേടിച്ചാൽ മാത്രമേ നിങ്ങൾ എക്സാമിന് പാസ് ആവത്തുള്ളൂ. മീൻസ് സെക്കൻഡ് സെം എക്സാമിന് പാസ് ആവത്തുള്ളൂ. സോ പാസ്സാകാൻ വേണ്ടി, ഡിഗ്രി പാസ്സാകാൻ വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികൾ ആ ഒരു 19 മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം 19 മാർക്ക് പോലും കിട്ടാതെ ഒത്തിരി അധികം കുട്ടികൾ
ഫെയിൽ ആയി പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. മീൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാം. 48-ൽ 20 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ ആ ഒരു എന്താ പറയാ ശ്രദ്ധയില്ലായ്മയോ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്തുകൊണ്ടോ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല. സോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് ഓരോ പാഠത്തിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ് അല്ലെ. അപ്പൊ ആ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് റിഡക്ഷൻ ഫോർമുല. അപ്പൊ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ഓൾറെഡി +2 കുറച്ച് പേരൊക്കെ ഈ ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ hx കോസ് hx ഇങ്ങനെയുള്ള ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസിന്റെ കൂടെ hx മീൻസ് സൈൻ എക്സ് കോസ് എക്സിന് വരും സൈൻ hx കോസ് hx അങ്ങനെ ടാൻ hx അങ്ങനെ എഴുതുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. അപ്പൊ ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രേഷൻ വരുന്നുണ്ട്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ ഫോർമുലാസ് വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു യൂണിറ്റിന് അങ്ങനെ അധികം ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന് ചോദിച്ചിട്ടില്ല. എങ്കിൽ പോലും sin h2x = എന്ന് പറഞ്ഞ് ചില ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് പഠിക്കുന്നതിന്റെ ഒരു എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്ന പല ഐഡന്റിറ്റീസിനും സിമിലർ ഐഡന്റിറ്റീസ് ആണ് ഈ ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനുള്ളത്. അപ്പൊ അത് പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ഈ ഒരു പാഠത്തിൽ നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡക്ഷൻ ഫോർമുലാസ് ആണ്. റിഡക്ഷൻ ഫോർമുലാസ് പറയുമ്പോൾ ഇന്റഗ്രൽ കോസ് റേസ് ടു nx, ഇന്റഗ്രൽ സൈൻ റേസ് ടു nx, ഇന്റഗ്രൽ ടാൻ റേസ് ടു nx. ഇനി ഇതിന്റെ റെസിപ്രോക്കൽസും ഉണ്ട്. ഇന്റഗ്രൽ കോസ് റേസ് ടു nx ഇന്റഗ്രൽ സീക് റേസ് ടു nx ഉണ്ട്, ഇന്റഗ്രൽ കൊസീക് റേസ് ടു nx ഉണ്ട്, ഇന്റഗ്രൽ ടാൻ റേസ് ടു nx ഇന്റഗ്രൽ കോട്ട് റേസ് ടു nx ഉണ്ട്. അപ്പം ഈ ഒരു ഫോർമുലാസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഫോർമുലാസ് മാത്രമല്ല ഉള്ളത്, ഇതിന്റെ ഡെഫിനിറ്റ് പാർട്ടും ഉണ്ട്. മീൻസ് ഇന്റഗ്രൽ 0 to π/2 കോസ് റേസ് ടു nx, ഇന്റഗ്രൽ 0 to π/2 സൈൻ റേസ് ടു nx, ഇന്റഗ്രൽ 0 to π/2 ടാൻ റേസ് ടു nx. അപ്പോ ഈ ഫോർമുലാസ് ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ ഫോർമുലാസ് എനിക്ക് തോന്നുന്നു ഇന്റഗ്രൽ 0 to π/2 ടാൻ റേസ് ടു nx അങ്ങനെ ഇല്ല നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. പക്ഷെ ഈ രണ്ടെണ്ണം ഇതിന്റെ രണ്ടിന്റെ ഫോർമുല സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടും. ബൈ 2 get 1 ഓഫർ മീൻസ് ബൈ 1 get 2 ഓഫർ ആണ്. സോ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് നമ്പേഴ്സ് കൊടുത്ത് എന്നിന്റെ വാല്യൂ വെച്ചിട്ട് ഫോർമുലാസ് n ഈവൻ ആവുമ്പോൾ ഒരു വാല്യൂ n ഓഡ് ആവുമ്പോൾ ഒരു വാല്യൂ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു പാഠത്തിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുലാസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റഗ്രേഷന്റെ പാഠത്തില് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇന്റഗ്രൽ x റേസ് ടു n ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a² - x². എന്നിട്ട് ഈ എയുടെ വാല്യൂ ഏതെങ്കിലും ഒരു a = ഒരു പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കും. a = 2, a = 3 അങ്ങനെയുള്ള വാല്യൂസ് തന്നിട്ട് ഇങ്ങനെയുള്ള ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ മീൻസ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണ്. നിങ്ങൾ അത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾ നോട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ മീൻസ് in = ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് തോന്നുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. in = എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെക്കുക. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളെടുത്ത് ഒന്നും കൂടെ പറയാം. ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിക്കും ഉണ്ട്, ഫിസിക്സിനും ഉണ്ട്, ബാക്കി എല്ലാ കോംപ്ലിമെന്ററി സബ്ജക്റ്റുകാർക്കും ഈ ഒരു യൂണിറ്റ് ഉണ്ട്. ഈ ഒരു റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്ത് വരുന്ന യൂണിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിങ്ങളുടെ മാത്രം കാണാണ്ട് കെമിസ്ട്രിക്കാരുടെയും ഫിസിക്സുകാരുടെയും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒന്ന് എടുത്ത് കാണുക. അതിന്റെ അകത്ത് റിഡക്ഷൻ ഫോർമുല ഈ ഒരു കോസ് റേസ് ടു nx, സൈൻ റേസ് ടു nx 6 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പം വീഡിയോ കണ്ടിട്ട് മീൻസ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിട്ട് നിങ്ങൾ ഒന്നും കൂടെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. യൂണിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് ആണ്. മൾട്ടിപ്പിൾ ഇന്റഗ്രൽസിൽ തന്നെ
ഏറ്റവും ഫസ്റ്റത്തെ സെക്ഷൻ നിങ്ങളുടെ സിലബസിൽ കിടക്കുന്നത് പോളാർ കോർഡിനേറ്റ്സ് ആണ്. ആ പോളാർ കോർഡിനേറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പോളാർ കോർഡിനേറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ x is equal to r cos theta, y is equal to r sin theta. ഈ പോളാർ ട്രാൻസിഷൻ ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ യൂസ് ചെയ്തിട്ട് പോളാർ കോർഡിനേറ്റ്സ് മീൻസ് കാർട്ടീഷ്യൻ ഇക്വേഷനെ പോളാർ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരും. അതുപോലെ പോളാർ ഇക്വേഷനെ കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിന്റെയും തീറ്റയുടെയും ടേംസിൽ മാത്രമുള്ള ഇക്വേഷൻ ആണ് പോളാർ ഇക്വേഷൻ. അതിനെ നമ്മൾ ഏതിലേക്ക് മാറ്റണം? എക്സിന്റെയും വൈന്റെയും ടേംസിലേക്ക് മാറ്റുമ്പോഴാണ് അത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആകുന്നത്. നേരെ തിരിച്ച് കാർട്ടീഷ്യൻ എക്സിന്റെയും വൈന്റെയും ടേംസിൽ അതിനെ നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ യൂസ് ചെയ്ത് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ടേംസ് മീൻസ് അതിലേക്ക് മാറ്റി എഴുതുമ്പോൾ ആറിന്റെയും തീറ്റയുടെയും ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. അതാണ് നമ്മുടെ പോളാർ ഇക്വേഷൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക. അത് വലിയ മാർക്കിനൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിന്റെ സെക്ഷനിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ വരുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് ആണ്. അപ്പൊ മൾട്ടിപ്പിൾ ഇന്റഗ്രൽസിന്റെ കേസിൽ 1 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മൾട്ടിപ്പിൾ ഇന്റഗ്രൽ 0 to 1, 0 to 2, y മൈനസ് എക്സ് ഹോൾ സ്ക്വയർ dx dy ഇങ്ങനെയുള്ള ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഡിസ്കസ് ചെയ്യുന്നത്. കാണാത്തവർ തീർച്ചയായിട്ടും അത് എടുത്ത് കാണുക. പിന്നെ എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽസിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അത് എപ്പോഴും തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീൻസ് ഇപ്പൊ ഇങ്ങനെ ഒരു ഡബിൾ ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ തന്നു എന്നിട്ട് പറയാണ് ചേഞ്ച് ദ കാർട്ടീഷ്യൻ, ഇതിനെ നമ്മൾ കാർട്ടീഷ്യൻ ഇന്റഗ്രൽ എന്ന് വിളിക്കുക. ചേഞ്ച് ദ കാർട്ടീഷ്യൻ ഇന്റഗ്രൽ ഇൻടു ആൻ ഇക്വലന്റ് പോളാർ ഇന്റഗ്രൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അത് കൺവേർട്ട് മീൻസ് ഹൗ അത് കൺവേർട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അത് നിങ്ങൾ കാണുക, അത് നിങ്ങൾ പഠിക്കുക ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ആണ്. ട്രിപ്പിൾ ഇന്റഗ്രേഷനിലെ കേസിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റത്തെ സെക്ഷൻ നിങ്ങളുടെ സിലബസിൽ ഏറ്റവും ലാസ്റ്റത്തെ സെക്ഷൻ മീൻസ് സിലബസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് റെഫറൻസ് ടെക്സ്റ്റ് ആണ്. റെഫറൻസ് ടെക്സ്റ്റിൽ തോമസ് കാൽക്കുലസിന്റെ ടെക്സ്റ്റ് ആണ് നിങ്ങൾ ഈ ഒരു മൾട്ടിപ്പിൾ ഇന്റഗ്രൽസിന് യൂസ് ചെയ്യാനായിട്ടുള്ളത്. 15.1 തൊട്ട് 15.8 വരെയും പിന്നെ 11.3 സെക്ഷൻ അങ്ങനെയുള്ള സെക്ഷൻസ് നോക്കി നിങ്ങൾ പഠിക്കണം. ആ ഒരു റെഫറൻസ് ടെക്സ്റ്റില് സോൾവ് ആയിട്ടുള്ള മീൻസ് ടെക്സ്റ്റിൽ തന്നെ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും തന്നെ എക്സാമിന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ആ ഒരു റെഫറൻസ് ടെക്സ്റ്റ് തോമസ് കാൽക്കുലസിന്റെ PDF ഗൂഗിളിൽ അവൈലബിൾ ആണ് 12th എഡിഷൻ. അപ്പൊ അതെടുത്ത് ആ ഒരു റെഫറൻസ് ടെക്സ്റ്റ് എടുത്ത് അത് നിങ്ങളുടെ നോട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പഠിക്കാം. കാരണം ഈ ഒരു സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പറഞ്ഞു. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 22 മാർക്കിന് വരെയുള്ളത് പ്രതീക്ഷിക്കാം. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പത്തിലുള്ളത് പോളാർ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് ഇക്വലന്റ് പോളാർ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ തന്നെ ട്രിപ്പിൾ ഇന്റഗ്രേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ തന്നെ അത് 6 മാർക്കിന്റെ സെക്ഷൻ ആണ് ചോദിക്കുക. അപ്പം ആ ഒരു നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റിൽ സോൾവ് ചെയ്തിട്ട ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. അത് തന്നെ എക്സാമിന് ചോദിക്കത്തുള്ളൂ. അപ്പൊ ഇനിയിപ്പം അതല്ല വേറെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അത് വേറെ എല്ലാം മിക്കവാറും തന്നെ ആ ഒരു സോൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. പക്ഷെ സോൾഡ് ആയിട്ടുള്ള എല്ലാം തന്നെ നിങ്ങളൊന്ന് നോക്കി വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ട്രിക്കലിലേക്കും സ്പെറിക്കൽ കോർഡിനേറ്റ്സിലേക്കും മാറ്റേണ്ടത് മീൻസ് നമ്മളിപ്പോ ഈ പോളാർ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷനും സ്പെറിക്കൽ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. അതും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു യൂണിറ്റ് 2 ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. എഴുതിയിട്ട് എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞ് ഉള്ള മാർക്ക് കൂടെ നിങ്ങൾ കളഞ്ഞേക്കരുത്. അപ്പൊ യൂണിറ്റ് 2 ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു യൂണിറ്റ് 2 ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫോർമുലാസ് ആണ്. അത് എല്ലാ യൂണിറ്റിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും അതിന് ഫോർമുല ആദ്യം നിങ്ങൾ എഴുതി വെക്കുക. കാരണം ഫോർമുല എഴുതുന്നതിന് മാർക്ക് ഉണ്ടാവും. ഇപ്പം ഫസ്റ്റ് യൂണിറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ കോസ് റൈസ് ടു nx ഇന്റഗ്രൽ 0 to π/2 സൈൻ റൈസ് ടു nx അതിനൊക്കെ ഒരു ജനറൽ ഫോർമുല ഉണ്ട്. അത് ആ ഫോർമുല എഴുതിയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ചിലപ്പോൾ ഫോർമുല എഴുതിയില്ല എന്ന് പറഞ്ഞ് അര മാർക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു, ഒരു ക്വസ്റ്റ്യൻ ചെറിയ റോങ് ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഒരു വഴിയില്ല. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇക്വേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി വെക്കണം.
പിന്നെ നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ. ചെറിയ യൂണിറ്റ് ആണ്, പക്ഷെ അത് മെത്തേഡ് ആണ്. ഓരോ മെത്തേഡ് വഴി കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടതാണ്. എക്സാമിന് നിങ്ങൾ കാൽക്കുലേറ്റർ അല്ലാണ്ട് മീൻസ് കാൽക്കുലേറ്റർ ഇല്ലാണ്ട് എക്സാമിന് നിങ്ങൾ പോയേക്കരുത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് മാത്രമേ ഈ ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ടൈമിന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ കാൽക്കുലേറ്റർ വെച്ച് പ്രോബ്ലം ഈ ഒരു പാഠത്തിന്റെ ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആകെ 2 മെത്തേഡേ ഉള്ളൂ, ട്രപീസോയിഡൽ റൂളും സിംപ്സൺസ് 1/3 റൂളും. അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് മെത്തേഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ മീൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എത്ര ഇന്റർവെൽസ് വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ഹൈറ്റ്, എത്ര മീൻസ് മിനിമം നമ്പർ ഓഫ് ഇന്റർവെൽസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. Find the minimum number of intervals used to using Simpson's 1/3 rule for an accuracy of 10⁻⁻⁴. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്ത് പഠിക്കുക. അത് 2 മാർക്കിനോ 4 മാർക്കിനോ സെക്ഷനിൽ നിങ്ങൾക്ക് വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് പഠിക്കുക. ട്രപീസോയിഡൽ 1/3 റൂളും സിംപ്സൺസ് 1/3 റൂളും. അപ്പം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇന്റഗ്രേഷൻ വെച്ചിട്ട് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കുക. സിംപ്സൺസിന്റെ ഈ മെത്തേഡ് അല്ലെങ്കിൽ ട്രപീസോയിഡൽ റൂൾ വെച്ചിട്ട് മെത്തേഡ് വാല്യൂ കണ്ടുപിടിക്കുക. അത് തമ്മിലുള്ള ഡിഫറൻസ് അതായിരിക്കും അതിന്റെ എറർ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഞാൻ പ്രീവിയസ് ഇയറിൽ ഡിസ്കസ് ചെയ്തു, ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഞാൻ ഈ ഒരു വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കാണുക കേട്ടോ. അടുത്ത 4ാമത്തെ യൂണിറ്റ് ലോജിക് ആൻഡ് പ്രൂഫ്സ് ആണ്. ലോജിക് ആൻഡ് പ്രൂഫ്സിൽ ഫസ്റ്റ് കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എന്താണ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് കോൺട്രാപോസിറ്റീവ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അതിന്റെ നെഗേഷൻ എഴുതാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് കോൺട്രാപോസിറ്റീവ് കോൺവേഴ്സ് ഒക്കെ എഴുതാനായിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റിന് ട്രൂത്ത് സെറ്റ്, പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ട്രൂത്ത് സെറ്റ് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ടിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, അത് നിങ്ങൾ പഠിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ നെഗേഷൻ എഴുതാനായിട്ട് അതെന്തായാലും ഉറപ്പായിട്ട് 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാം. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നോട്ട് ചെയ്ത് എഴുതിയാൽ മതി. മീൻസ് ഇപ്പൊ ഇങ്ങനെ പറയാണ് all flowers are red. ആ സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ എന്താ? all flowers are not red. എല്ലാ സ്റ്റേറ്റ്മെന്റും കൂടെ നോട്ട് ചേർത്താൽ മതി. അത് ആദ്യമല്ല ചേർക്കേണ്ടത്, ഇടയ്ക്ക് അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള നെഗേഷൻ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നെഗേഷൻ എഴുതുന്നതിന്റെ കൂടെ കോൺട്രാപോസിറ്റീവ് കോൺവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രൂഫ് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്രൂഫ് ആണ്. മീൻസ് കോൺട്രാപോസിറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രൂഫ് എഴുതുക, അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രൂഫ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്. മീൻസ് √2 is an irrational number. ആ ഒരു അത് സംഭവം പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സിമ്പിൾ പ്രൂഫ് ആണ്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. തീർച്ചയായിട്ടും 6 മാർക്കിന്റെ സെക്ഷനിൽ ആ ഒരു ചോദ്യം മീൻസ് ഞാൻ ഇപ്പൊ പറഞ്ഞതല്ല, അതുപോലത്തെ സിമിലർ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മീൻസ് നിങ്ങളുടെ സിലബസിൽ, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പാഠത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ മേടിക്കാനായിട്ട് പറ്റും. 48-ൽ 48 മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിലബസ് എടുത്തു വെച്ച് നിങ്ങളുടെ നോട്ടും എടുത്തു വെച്ച് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെയിൻ മാത്തമാറ്റിക്സ് ഈ മീൻസ് 2B0 to MAT ഇന്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ലോജിക് പേപ്പർ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും 48 മേടിക്കാം, അല്ലെങ്കിൽ 48-ൽ 20 മാർക്കിന് മുകളിൽ തീർച്ചയായിട്ടും എന്തായാലും മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് ഇപ്പൊ കേട്ട് നേരെ വിട്ട് വേറെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് കേട്ട് അത് മീൻസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് മേടിക്കാനായിട്ട് പറ്റും.